ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഇന്ത്യയുടെ ആസ്ട്ര MK2 ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈൽ ഉപയോക്ത പരീക്ഷണങ്ങൾക്ക് മുമ്പുള്ള അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. ഈ തദ്ദേശീയ മിസൈൽ ഇന്ത്യൻ വ്യോമസേനയുടെ ആയുധപ്പുരയുടെ പ്രധാന താവളമാകാൻ ഒരുങ്ങുകയാണ്. ക്യാപ്റ്റീവ് ട്രയലുകൾ, സെപ്പറേഷൻ ട്രയലുകൾ, വിവിധ ശ്രേണികൾക്കായുള്ള അൺഗൈഡഡ് ഡ്യുവൽ പൾസ് മോട്ടോർ ട്രയലുകൾ, സീക്രട്ട് ട്രയലുകൾ എന്നിവയുൾപ്പെടെ ആസ്ട്ര MK2 കർശനമായ പരീക്ഷണ പ്രക്രിയയ്ക്ക് വിധേയമായിട്ടുണ്ട്. ഈ പരീക്ഷണങ്ങൾ മിസൈലിന്റെ പ്രധാന പ്രവർത്തനങ്ങളെ സാധൂകരിക്കുകയും ടാർഗറ്റ് ഡ്രോണുകൾക്കെതിരെ പൂർണ്ണ തോതിലുള്ള പരീക്ഷണത്തിന് വഴിയൊരുക്കുകയും ചെയ്തു. വരാനിരിക്കുന്ന ഈ മിസൈലിന്റെ പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത് ആസ്ട്ര MK2വിന്റെ വികസനത്തിലെ ഒരു നിർണായക ഘട്ടത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. തേജസ് MK2, സുഖോയ് 30 MKI, റാഫേൽ, വരാനിരിക്കുന്ന AMCA എന്നിവയുൾപ്പെടെ IAFന്റെ വിവിധ യുദ്ധ വിമാനങ്ങളിൽ ഇത് ഉപയോഗിക്കാൻ സാധിക്കും. AIM-120D അഡ്വാൻസ്ഡ് മീഡിയം റേഞ്ച് എയർ ടു എയർ മിസൈൽ ക്ലാസിന് കീഴിലാണ് ഈ ആസ്ട്ര MK2 വരുന്നത്. ഇത് ശത്രു വിമാനങ്ങളെ വിപുലീകരിച്ച ശ്രേണികളിൽ ഇടപഴകാനുള്ള അതിന്റെ കഴിവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഉയരത്തിൽ നിന്ന് വിക്ഷേപിക്കുമ്പോൾ യുദ്ധവിമാനങ്ങളുടെ വലുപ്പത്തിലുള്ള ലക്ഷ്യങ്ങൾക്കെതിരെ 160 കിലോമീറ്ററിലധികം ഇതിനെ സഞ്ചരിക്കാൻ സാധിക്കും. ഈ വിപുലീകൃത ശ്രേണി ആസ്ട്ര MK2യെ ലോകത്തിലെ ഏറ്റവും വികസിതമായ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈലാക്കി മാറ്റുന്നു. ഇന്ത്യൻ വ്യോമസേനയുടെ ആയുധപ്പുരയിലേക്ക് ആസ്ട്ര MK2യെ ഉൾപ്പെടുത്തുന്നത് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ ശേഷിക്ക് സുപ്രധാനമായ കുതിപ്പായിരിക്കും. ഈ തദ്ദേശീയ മിസൈൽ വിദേശ ആയുധങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ഇന്ത്യക്ക് സഹായകമാകും. അതുപോലെ തന്നെ വൈവിധ്യമാർന്ന യുദ്ധ വിമാനങ്ങളുമായി ഇത് സംയോജിക്കുന്നത് മൂലം അതിന്റെ പ്രവർത്തനവും ഫലപ്രാപ്തിയും വർദ്ധിപ്പിക്കും. ഏത് സാഹചര്യത്തിലും ശത്രു രാജ്യങ്ങൾക്കെതിരെ പൊരുതി നേടാൻ ഇന്ത്യയുടെ ആവനാഴിയിലെ ഒരു ആയുധമായി ഈ ആസ്ട്ര MK2 മാറും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.